ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാവുന്ന പാർട്ട് ടൈം ജോബുകളിൽ ഏറ്റവും വലിയ വരുമാനം കിട്ടുന്ന പാർട്ട് ടൈം ജോബുകളിൽ കുറച്ച് എണ്ണം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, വൈകാതെ തന്നെ ഞാൻ വീഡിയോ ഇട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള വർക്ക് പെർമിറ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 hours പെർ വീക്കാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ വെക്കേഷൻ പീരീഡ് ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ടേം ലെറ്റർ എന്നുള്ള ലെറ്റർ ഉണ്ടാവും. അപ്പോൾ ആ ടേം ലെറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾക്ക് എത്ര അവറാണ് വർക്ക് ചെയ്യാൻ കഴിയുക, എന്ന സമയത്താണ് 40 hour വർക്ക് ചെയ്യാൻ കഴിയുക. അപ്പോൾ വെക്കേഷൻ പീരീഡിൽ നിങ്ങൾക്ക് 40 hour വർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ വെക്കേഷൻ സമയത്ത് മാത്രം 40 hour വർക്ക് ചെയ്യുക, അതിന് മുന്നേ നിങ്ങൾ 20 hours മാത്രം വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെയുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഏജ് പീരീഡ് അനുസരിച്ച്, ഏജിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് നിങ്ങളുടെ പേയ്മെൻറ്റ് സ്കെയിൽ നിങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ ആ പേയ്മെൻറ്റ് സ്കെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നോക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് എല്ലായിടത്തും ഒരേപോലെ അല്ല. നിങ്ങളിപ്പോൾ UG സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ പോലും ചില ഏജൻസികളൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൂടുതലായിട്ട് തരുന്നവരുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ മിനിമം പേ ആണത്. മിനിമം പേ എത്രയാണ് തരേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മിനിമം പേ അല്ലാതെ തന്നെ നിങ്ങൾക്ക് UG സ്റ്റുഡൻറ്റ് വന്ന ഒരുപാട് പേർക്ക് 10 pound പെർ അവർ കിട്ടുന്ന ഒരുപാട് ജോലികൾ അറിയാം. 12 pound കിട്ടുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ UG സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിച്ച്, വയസ്സ് കുറവാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കുറവാണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഏജൻസികളൊക്കെ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഏതൊക്കെ ജോലികളാണ് നിങ്ങൾക്ക് ഇവിടെ നല്ല പേയിൽ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ജോലി എന്ന് വെച്ചാൽ നമുക്ക് സ്കിൽഡ് വർക്കേഴ്സിനെ നോക്കാം. സ്കിൽഡ് വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ കമ്പനികളിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്പനികളിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാവുന്നതാണ്. നിങ്ങൾക്ക് നല്ല വീഡിയോ എഡിറ്റിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. നിങ്ങൾക്ക് നല്ല വീഡിയോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനുള്ള ജോലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പക്ഷേ നിങ്ങൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ട്രൈ ചെയ്യണം. നിങ്ങൾ നല്ലൊരു CV ഒക്കെ മേക്ക് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾ ഇൻഡീഡിലൂടെയും ടോട്ടൽ ജോബ്സിലൂടെയും തുടങ്ങിയിട്ടുള്ളതിലൊക്കെ നിങ്ങൾ നിർത്താതെ അപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ജോലി തന്നെ 20 hours നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, അത്തരത്തിൽ സ്കിൽഡ് വർക്ക് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം. അവിടെ തന്നെ നിങ്ങൾ നല്ല പെർഫോമൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് വിസയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഉറപ്പ് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ അൺസ്കിൽഡ് വർക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അൺസ്കിൽഡ് വർക്കിൽ തന്നെ ഇതിലുള്ള പേയ്മെൻറ്റ് ഞാൻ പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മാർക്കറ്റിംഗിലൊക്കെ നിങ്ങൾക്ക് എത്രയാണ് പേയ്മെൻറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 12 pound മുതൽ 14.50 വരെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് പെർ അവറിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. നല്ല ജോലിയായിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടത്തോടു കൂടി തന്നെ ജോലി ചെയ്യാൻ കഴിയും. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഒരു ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേറം ജോബുകളാണ്. ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു, കേറം ജോബുകൾക്ക് ഇവിടെ നല്ല പേ ആണ്. വർക്ക് നിങ്ങൾ മൈൻഡ് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ വർക്ക് ഓക്കെയാണ്. ബാക്കി ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല ജോലി തന്നെയാണ്. ആ ജോലിക്കുള്ള പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മിനിമം പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ 9.50 മുതൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 13-14 pound വരെയൊക്കെ കൊടുക്കുന്ന കെയർ ഹോമുകൾ ഒരുപാടുണ്ട്. പെർ അവർ നിങ്ങൾക്ക് തരുന്ന ഒരുപാട് ഹോമുകളുണ്ട്. അപ്പോൾ കെയർ ഹോം ജോലികളിലും നല്ല പേ തന്നെയാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ജോബായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ആമസോൺ വെയർ ഹൗസ് അല്ലാന്നുണ്ടെങ്കിൽ റോയൽ മൈൽ വെയർ ഹൗസ്, അത്തരത്തിലുള്ള വെയർ ഹൗസുകളിലൊക്കെ നല്ല രീതിയിൽ പേയ്മെന്റ് ഉണ്ട്. എനിക്കറിയാവുന്നതാണ്. ഞാൻ ആമസോണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം അവിടെ ഒരു 12 pound പെർ അവർ അവർ കൊടുത്തിരുന്നു. ഇനി അത് സീസൺ ആവുന്ന സമയത്ത്, അതായത് ക്രിസ്മസ് ഒക്കെ തുടങ്ങിയ സമയത്തൊക്കെ അവർക്ക് നല്ല രീതിയിൽ എന്തുണ്ടാവും, കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ടാകുമ്പോൾ അത്രയധികം ഡെലിവറിയും കാര്യങ്ങളും അത്രയധികം പാഴ്സലും അവർക്ക് കിട്ടുന്ന സമയത്ത് അവർ വീണ്ടും പേയ്മെൻറ്റ് കൂട്ടും. അപ്പോൾ പേയ്മെൻറ്റ് കൂട്ടുന്ന സമയത്ത് ഏകദേശം 12 pound ആണെങ്കിൽ അതൊരു 14 pound ഒക്കെ പെർ അവറായിട്ട് കൂട്ടും. അതും അവർ 4 ദിവസം വർക്ക് ചെയ്ത് 5ാമത്തെ ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ നേരെ ഇരട്ടിയാക്കിയിട്ട് അവർ പേയ്മെൻറ്റ് കൂട്ടി തരും. അത്തരത്തിലൊക്കെ നല്ല രീതിയിൽ പേയ്മെൻറ്റ് കിട്ടുന്ന ഒന്നാണ് ആമസോൺ വെയർ ഹൗസ്. അത്യാവശ്യം നല്ല പണിയുണ്ട്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നല്ല പണിയുണ്ട്, പക്ഷേ എങ്കിൽ പോലും നല്ല പേയ്മെൻ്റ് ആണ്. ഇനി റോയൽ മെയിലിൻ്റെ കേസാണെങ്കിലും ഏകദേശം 13.50 ഒക്കെ അവർ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. 11.50 മുതൽ 13.50 ഒക്കെ അവരും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ ഷോപ്പുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസ്ത, അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു ലീഡിൽ, അയൽദി തുടങ്ങിയിട്ടുള്ള റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ നിങ്ങൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക. അങ്ങനെ ജോലി നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പേയ്മെൻറ്റ് തന്നെ. അവിടെ മിനിമം വേജ് മുതൽ ഏകദേശം ഒരു 12 pound വരെയൊക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ടെലികമ്മ്യൂണിക്കേഷൻ ടീമായിട്ടുള്ള വോഡാഫോൺ, 3A അല്ലെങ്കിൽ O2 തുടങ്ങിയിട്ടുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങൾ കിട്ടും. അവിടെ നിങ്ങൾ കസ്റ്റമർ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും ആയിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ജോബായിരിക്കും വോഡാഫോണിലും കാര്യങ്ങൾ. പക്ഷേ മൈൻഡിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഇരുന്നോടത്തുള്ള പണിയായിരിക്കും അധികം ഉണ്ടാവുക. നിങ്ങൾ കസ്റ്റമർ ഹാൻഡ്ലിംഗ് ആയിരിക്കും അധികമായിട്ടുണ്ട് ജോലി ഉണ്ടാവുക. ഇനിയിപ്പോൾ അസ്ത, ലിഡിൽ പോലത്തുള്ളതാണെങ്കിൽ അവിടെയും കസ്റ്റമർ ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് ഫില്ലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അസ്ത അൽദി തുടങ്ങിയിട്ടുള്ള ഷോപ്പുകൾ ഞാൻ അത്രയധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവിടെ അത്യാവശ്യം പണിയും കാര്യങ്ങളുണ്ടോ, കാരണം അത്രയും തിരക്കുള്ള ഷോപ്പുകളാണ് അതൊക്കെ. അപ്പോൾ അവിടെ പണി ഉണ്ടാവും, എങ്കിൽ പോലും നല്ല പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു കേസ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുത്തൊരു ജോബ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, നിങ്ങളിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് ആ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ ഇത്തരത്തിൽ ജോലി കൊടുക്കുന്നവരുണ്ട്. അവിടെ പലതരത്തിലുള്ള ജോലികൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ജോലിയും കാര്യങ്ങളും കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് മിനിമം വേജ് മുതൽ ഏകദേശം 12 പൗണ്ടൊക്കെ നിങ്ങൾക്ക് സാലറിയും കാര്യങ്ങളും കിട്ടും. ഓക്കെ, പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇനിയുള്ള അടുത്തൊരു ജോലി എന്താ വെച്ചാൽ നിങ്ങൾക്ക് അഡ്മിൻ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഒരുപാട് കമ്പനീസ് ഉണ്ട് ഇവിടെ. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയാൻ അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല കമ്പനീസ് നിങ്ങളെ കൊത്തിക്കൊണ്ടുപോകും. അഡ്മിൻ ജോബ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയുള്ള ജോബാണ്. നിങ്ങൾ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ജോബായിരിക്കും, നിങ്ങൾ കസ്റ്റമർ ഹാൻഡ്ലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ മെയിലും കാര്യങ്ങളൊക്കെ റിപ്ലൈ കൊടുക്കുന്ന ജോലിയായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ജോബല്ലേ. അത്തരത്തിലുള്ള ജോബുകളൊക്കെ UK നിങ്ങൾ പഠിക്കുന്ന സമയത്തിന് നല്ല പേയ്മെൻറ്റോട് കൂടി ഏകദേശം 9.50 മുതൽ ഏകദേശം 12-13 പൗണ്ട് വരെയുള്ള ജോലി ക്യാഷുള്ള ജോലികളായിരിക്കും ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ കറങ്ങുന്ന കസേരയിലിരുന്ന് നിങ്ങൾ കസ്റ്റമർ ഹാൻഡിൽ ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് ജോലി ചെയ്തിട്ട് UK തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ അഡ്മിൻ ജോബ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നുള്ളൊരു ജോബ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി ജോബാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഊബർ ഡെലിവറി കൂടണമെങ്കിൽ ഇവിടുത്തെ ലൈസൻസ് വേണമെന്നുണ്ട്. ഇവിടുത്തെ ലൈസൻസും നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം, ഡിപ്പെൻഡൻസിനാണ് അത് കഴിയുള്ളൂ. അപ്പോൾ ഡിപ്പെൻഡൻസിനൊക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടുത്തെ UK ലൈസൻസും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറും അതേമാതിരി ഊബർ ഈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ പറയട്ടെ, ഈ അഡ്മിൻ ജോബിനൊക്കെ നിങ്ങൾക്ക് ഏകദേശം നല്ല എമൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. എല്ലാത്തിനും ഈ ഒരു റേഞ്ച് 9.50 മുതൽ 13 പൗണ്ട് വരെയൊക്കെ സാലറി ഉണ്ട്. ഈ ഡെലിവറി ജോബാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല എമൗണ്ട് തന്നെ ആ ഒരു ജോബിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഡെലിവറി ജോബിൽ നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9.50 മുതൽ 12 പൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോ ഡെലിവറിക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പേയ്മെന്റ് ഉണ്ടാവുക. അപ്പോൾ അതും നല്ലൊരു ഓക്കെ. ഞാൻ എല്ലാ ജോബുകളും പറഞ്ഞിട്ടില്ല, റെസ്റ്റോറൻറ്റ് വെയിറ്ററും അങ്ങനത്തെ എല്ലാ ജോലികളും ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. ഞാൻ മെയിനായിട്ടുള്ള നല്ല കുഴപ്പമില്ലാത്ത ജോലികളും നല്ല പേയ്മെൻ്റ് ഉള്ള ജോലികളാണ് മാത്രമേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഈ ജോലികളെല്ലാം നിങ്ങൾ വന്നു കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല ജോലികൾ കിട്ടട്ടെ, നല്ല പാർട്ട് ടൈം ജോലി കിട്ടി നല്ല രീതിയിൽ നിങ്ങൾക്ക് UK അടിപൊളിയായിട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. ഓക്കെ, ബൈ.